ശാരീരിക പരിമിതികളൊക്കെ മറികടന്ന് എവറസ്റ്റ് കീഴടക്കിയിരിക്കുന്ന ഒരാളെ പരിചയപ്പെട്ടാലോ? കോഴിക്കോട് അരക്കിണർ സ്വദേശിയായ അമൻ അലിയാണ് ആ ആള്. സ്വാതന്ത്ര്യ ദിനത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പതാക ഉയർത്തിക്കൊണ്ട് ഏറെ നാളത്തെ സ്വപ്നം സഫലമാക്കിയ ഈ +1 വിദ്യാർത്ഥി ഇന്ന് ഒരു നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസൻ ഖാൻ നയിച്ച 20-അംഗ മലയാളി സംഘത്തിന്റെ ഭാഗമായാണ് അമൻ അലി ഈ മാസം 3-ാം തീയതി നാട്ടിൽ നിന്നും എവറസ്റ്റ് കീഴടക്കാനായി തിരിച്ചത്. ഓഗസ്റ്റ് 15-ന് ഇന്ത്യൻ പതാക എവറസ്റ്റിൽ ഉയർത്തണമെന്നായിരുന്നു അമന്റെ ഏറെ നാളത്തെ ആഗ്രഹം. തന്റെ ഇച്ഛാശക്തിയും ലക്ഷ്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമാണ് എവറസ്റ്റ് കീഴടക്കാൻ ഈ +1 വിദ്യാർത്ഥിക്ക് കരുത്തായത്. ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ബാധിച്ച അമന് ജന്മന കൈകളില്ല. ചെറുപ്പം മുതൽ ഫുട്ബോളിനോട് വലിയ താല്പര്യമായിരുന്നു അമന്. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് വയനാട് കുറുമ്പാലക്കോട്ടയിലേക്ക് നടത്തിയ ആദ്യ ട്രക്കിംഗ് അനുഭവമാണ് അമനെ എവറസ്റ്റ് കീഴടക്കണമെന്ന ആഗ്രഹത്തിലേക്ക് എത്തിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ഗോകുലം FC സംഘടിപ്പിച്ച മഴവില്ല് എന്ന കായിക പരിശീലന ക്യാമ്പിൽ വെച്ചാണ് അമൻ തന്റെ ആഗ്രഹം പരിശീലകൻ മുഹമ്മദ് ഷാഹിലിനോട് പറയുന്നത്. അതിനുശേഷം അമന്റെ ആഗ്രഹത്തിനായി കുടുംബവും നാട്ടുകാരും പരിശീലകരും ഒന്നിച്ചു നിന്നു. എവറസ്റ്റ് കീഴടക്കുന്നതിന് മാസങ്ങളോളം നീണ്ട പരിശീലനം ആവശ്യമായി വന്നു. സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബത്തിനായി സ്കൂളിൽ നിന്നും പ്രമുഖ കമ്പനികളിൽ നിന്നും സഹായം ലഭിച്ചു. ഇന്ന് അമന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് അവന്റെ കുടുംബവും ഒരു നാടും. പരിമിതികളെ പരിധിയാക്കാതെ അമൻ യാത്ര തുടരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.